Greetings from KSOS Connect. KSOS Connect is an initiative by the Kerala Society of Ophthalmic Surgeons, wherein every issue we bring you a conversation with a senior ophthalmologist celebrating a lifetime of service and values. ഇന്ന് KSOS കണക്റ്റിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് നിന്നും ഡോക്ടർ A.V. ഭരതനെയാണ്. സാറിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നതാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് സാറിനെ വിശേഷിപ്പിച്ചാൽ സിംപ്ലിസിറ്റി, അതായിരിക്കും ഡോക്ടർ ഭരതൻ. നമസ്കാരം സർ. നമുക്ക് മെഡിസിനിലോട്ടൊക്കെ പോകുന്നതിന് മുൻപ് സാറ് ജനിച്ചത് കരിവള്ളൂരിലാണല്ലോ. ഞാനും ഒരു കരിവള്ളൂർക്കാരിയാണ്. അപ്പൊ സാറിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞാലോ. ഞാൻ കരിവള്ളൂര് ബസാറിനടുത്ത് തന്നെ ഉള്ള സ്ട്രീറ്റില് നെയ്ത്തുകാരുടെ തെരുവിലാണ് ജനിച്ചത്. എന്റെ അച്ഛൻ നെയ്ത്തുകാരനായിരുന്നു, അമ്മ കൃഷിക്കാരിയായിരുന്നു. അപ്പൊ അതിനടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത പറമ്പിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് അല്പം ദൂരെയുള്ള പാട്ടിയമ്മ UP സ്കൂളിലാണ് ഞാൻ എന്റെ UP സ്കൂൾ വിദ്യാഭ്യാസം. പിന്നെ കരിവള്ളൂർ ഹൈസ്കൂൾ, ഇവിടെ അങ്ങനെയായിരുന്നു എന്റെ അധികാര വിദ്യാഭ്യാസം. അധികാര വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ല. കാരണം കുട്ടികളെ മാതിരി ഞങ്ങൾ എല്ലാവരും ഇവിടെ ആസ്വദിച്ച് തന്നെ ജീവിതം നയിച്ചതാണ്. അന്നത്തെ കാലത്ത് പിന്നെ ഇന്നത്തെ പോലെ അത്ര വലിയ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫൊന്നുമില്ല. ഇവിടെ നന്നായിട്ട് അങ്ങനെ ജീവിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ കരിവള്ളൂർ ഹൈസ്കൂള് അവിടുത്തെ SLC ബാച്ചിലെ ഒന്നാമതായിരുന്നു. അങ്ങനെ ഞാൻ റീഡിങ് കോളേജിലാണ് പഠിച്ചത്. എല്ലാവരുടെയും ഒരു ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂൾ കാലഘട്ടം നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യലോ. ചിലപ്പോൾ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരാവാം, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ആൾക്കാരാവാം. അങ്ങനെ സാറിന് ആരെങ്കിലും പ്രചോദനം നൽകിയിട്ടുണ്ടോ? തീർച്ചയായും. അത് 3 അധ്യാപകരെ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതില് ഞാൻ LP സ്കൂളിൽ പഠിച്ചത് അവിടെ ഒരു ചിരി ടീച്ചർ ഉണ്ടായിരുന്നു. ചിരി ടീച്ചർ പേര് പോലെ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. ഒരുപക്ഷെ ആ കാലത്തൊക്കെ ഞാൻ എന്റെ അമ്മയായിരുന്നു പോലും ഞാൻ ആഗ്രഹിക്കാറില്ല. എനിക്ക് അത്രയും ഞങ്ങളുടെ കുട്ടികളോടൊക്കെ അത്രയും സ്നേഹത്തോടുകൂടി പെരുമാറുന്നവരായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ UP സ്കൂളിൽ എത്തിയപ്പോഴും അവിടെ K. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു അധ്യാപകരുണ്ടായിരുന്നു. എന്റെ ഏട്ടനെ അവിടുത്തെ ഹെഡ്മാസ്റ്ററായിട്ട് രാഘവൻ, അവരുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. ഗോപാലകൃഷ്ണൻ മാഷ് എന്നെ എപ്പോഴും നന്നായി പ്രചോദിപ്പിക്കാറുണ്ടായിരുന്നു. എന്റെ ആ ഒരുപക്ഷെ എന്റെ വിജയത്തിന്റെ ഏറ്റവും മൂലകാരണമായിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന് ഞാൻ പറയുന്നത് ഗോപാലകൃഷ്ണൻ മാഷാണ്. അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാനിപ്പോഴും കാണാറുണ്ട്, അദ്ദേഹത്തെ വന്ദിക്കാറുണ്ട്. പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതുപോലെ തന്നെ കരിവള്ളൂരിൽ തന്നെയുള്ള ഹിന്ദി രാഘവൻ മാഷ് എന്നുള്ള അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ചായിരുന്നു ഞാൻ പ്രീഡിംഗൊക്കെ എക്സാമിനേഷൻ വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തത്. അദ്ദേഹം കരിവള്ളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ റൂമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ഞാൻ എന്റെ പ്രീഡിംഗ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തത്. ഈ 3 അധ്യാപകർ പക്ഷേ എന്റെ ജീവിതത്തില് എന്റെ വിജയത്തിന്റെ കാരണക്കാരായിട്ട് ഞാൻ ഇപ്പോൾ കടന്നത് പൊതുവേ അവരുടെ ഓർമ്മക്ക് മുമ്പിൽ ഞാനിപ്പോ നന്ദി. കുട്ടിക്കാലത്ത് എന്താവണം നമ്മളൊരു അംബീഷൻ എന്ന് പറയുന്നുണ്ടായില്ല, അതെന്തായിരുന്നു? അതായത് ഇപ്പോ സാറ് ഒരു തികച്ചും ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിനാണ് സാറ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അപ്പൊ ഈ ഡോക്ടർ ആവണം എന്നുള്ള മോഹം അതൊരു ഡ്രീം ആണോ, അല്ല ഒരു കാൽക്കുലേറ്റഡ് ഡിസിഷൻ ആയിരുന്നോ, ഓർ ഇറ്റ് വാസ് എ ഡെസ്റ്റിനി? ശരിക്കും പറഞ്ഞാൽ ഒരു ഡെസ്റ്റിനി തന്നെയാണെന്ന് പറയണം. കൃത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അധ്യാപകനാവണമെന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞതുപോലെ ഈ ഗോപാലകൃഷ്ണൻ മാഷ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിലുള്ള സമയത്ത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം എന്നതിനെ പറ്റി ഒരു എസ്സേ എല്ലാവരും എഴുതി കൊടുക്കാൻ വേണ്ടിയപ്പോൾ ഞാനതിൽ എഴുതിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഗോപാലകൃഷ്ണൻ മാഷെ പോലെ ഒരു അധ്യാപകനാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ പ്രീഡിംഗ് കഴിഞ്ഞപ്പോൾ കോളേജിൽ ആ കാലത്ത് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. പ്രീഡിംഗ് ബാച്ചിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നാച്ചുറലായിട്ടും MBBS സെലക്ഷൻ എന്ന് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ലിസ്റ്റ് വന്നു. കോളേജിൽ പോയ ആദ്യകാലത്തൊക്കെ എനിക്കൊരു ഡോക്ടർ ആവാനുള്ള യോഗ്യതയുണ്ടെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം പോലും ഉണ്ട്. അപ്പൊ ഒരു 1968 മുതൽ 72 വരെയല്ലേ സാറ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്? അപ്പൊ ആ കാലത്തെ ക്യാമ്പസ് ജീവിതം, സൗഹൃദങ്ങൾ, ഇതൊക്കെ സാറിന് എങ്ങനെ ഓർമ്മയുണ്ട്? ആ കാലത്തെ ജീവിതം, ആ കോഴിക്കോട് എന്ന് പറഞ്ഞ ആ മെഡിക്കൽ കോളേജ് അന്ന് ചേവായൂര് വളരെ ദൂരത്ത്, ഇന്നത്തെ മാതിരി ഒരു നഗരത്തിന്റെ അന്തരീക്ഷമൊന്നുമില്ല. കോഴിക്കോട് നഗരത്തിന് 2 സൈഡിലെ ചെടി ഇന്ന് കാണുന്ന ബേബി മെമ്മർ ഹോസ്പിറ്റലൊക്കെ ആ പ്രദേശം മുഴുവൻ ഒരു ചളി പ്രദേശമായി. ഇവിടെ വളരെ വിജനമായ സ്ഥലം. അപ്പൊ ഈ നമ്മുടെ ക്യാമ്പസും തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചത് അങ്ങ് കുറെ ദൂരെയുള്ള ഒരു കുന്നിന്റെ മുകളിലെ ക്വാർട്ടേഴ്സുകളിലെ. അപ്പോ ആ കാലത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഗ്രാമജീവിതത്തിന്റെ അനുഭവങ്ങൾ കൂടി തന്നെയാണ്.
നമ്മൾ മുന്നോട്ട് പോയി. പിന്നെ ആ കാലത്ത് എനിക്ക് ഓർമ്മിക്കാനുള്ളത് ഞങ്ങള് തെരുവ് ശാന്തി സേന എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. ജയപ്രകാശ് നാരായണൻ സ്ഥാപിച്ചതാണ്. ഇതിന്റെ ഒരു ഘടകം കോഴിക്കോട് തുടങ്ങിയപ്പോൾ കോഴിക്കോട് എല്ലാ നഗരത്തിലെ എല്ലാ കോളേജുകളിലെയും കുട്ടികൾ അതിലുണ്ടായിരുന്നു. ഫ്ലോറൻസ് കോളേജ്, ഇടപ്പം കോളേജ്, ദേവഗിരി കോളേജ് എല്ലായിടത്തും. അതുകൊണ്ട് ഞങ്ങളുടെ വലിയൊരു സംഘം ഈ തെരുവ് ശാന്തി സേന ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വയനാട്ടിലും കോഴിക്കോടിന്റെ പല ഭാഗത്തും, അതുപോലെ തന്നെ ഈ കോഴിക്കോട് തന്നെയുള്ള ഈ ചെറിയ സ്ലം ഏരിയാസിലൊക്കെ പോയിട്ട് ഒരുപാട് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ എനിക്ക് നല്ല ഓർമ്മ. അതുകൊണ്ട് ആ കാലത്ത് ജീവിതം വളരെ രസകരമായിട്ട് ഇപ്പോഴും എന്നെ മനസ്സിലുണ്ട്. സാറിന്റെ ഏർലി ഡേയ്സ് ഓഫ് പ്രാക്ടീസ് അതെവിടെയായിരുന്നു സർ? അത് ഞാൻ ആദ്യം ചേർന്നത് മലപ്പുറത്ത് കൊണ്ടോട്ടിക്കടുത്തുള്ള ഒരു ചെറിയ കോപ്പറേറ്റ് സഹകരണ ആശുപത്രിയിലായിരുന്നു. അപ്പൊ സഹകരണ ആശുപത്രിയിൽ ധാരാളം ഒരു സമയം, അതുകൊണ്ട് അവിടെ ഒരു സഹകരണ ആശുപത്രിയിൽ ആദ്യം 6 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ വന്നു. കരുവള്ളൂരും കാലിക്കടവിലായിട്ട് എൻ്റെ അടുത്തുള്ള അവിടെയായിട്ട് 2 സ്ഥലം, കാലിക്കടവിൽ രാവിലെയും വൈകുന്നേരം കരുവള്ളൂരായിട്ട് പ്രാക്ടീസ്. 1.5 വർഷത്തോളം അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ PSC സെലക്ഷൻ കിട്ടിയത്. ഇതുവരെ ഞാൻ നാട്ടിൽ പ്രാക്ടീസ്. സാറ് അത് കഴിഞ്ഞ് സാറ് ഗ്രാമീണ മേഖലയിൽ കുറെ കാലം വർക്ക് ചെയ്തു. പാണത്തൂർ, പുതുമ പോലെയുള്ള സ്ഥലങ്ങളിൽ കുറെ. ആ സമയത്ത് ഉണ്ടായ ഇന്നത്തെ സാഹചര്യം അന്നത്തെ സാഹചര്യം തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് സർ. അപ്പോ അന്നത്തെ രോഗികളുമായിട്ടുള്ള അനുഭവം, അവരുമായിട്ടുള്ള രോഗപരിചരണം, ഇതിലെല്ലാം സാറിന് എന്തെങ്കിലും വേറിട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആദ്യത്തെ ഒരു 10-15 വർഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതും ജനങ്ങളായിട്ട് ഏറ്റവും അധികം ഇടപഴകിയതായിട്ടുള്ള കാലമായിരുന്നു ആ 15 വർഷം. പാണത്തൂരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു മലയോര പ്രദേശമാണ്. കാടും പുഴയും ഒറ്റ റോഡുകളും ഇല്ല. മഴക്കാലത്തൊക്കെ ഫുള്ള് ഈ എല്ലാ ചാലുകളും ബ്ലോക്കായിട്ട് ട്രാഫിക് പോലില്ലാത്ത സ്ഥലത്ത്. പക്ഷെ ആളുകൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, ഞാനൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ബസ്സിൽ എല്ലാവരും സീറ്റിലെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് സാധിക്കുന്നു. ഈ അനാദി സാധനങ്ങൾ മാത്രമേ പുറത്ത് വാങ്ങിച്ചു. എല്ലാ ആളുകളും വീട്ടിൽ കൊടുത്തുകയും മാത്രമല്ല, എനിക്ക് ഓർമ്മയുണ്ട് ആൾ വളരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കാണാത്തതിൻ്റെയും ഞാൻ അവർക്ക് കാശ് തരാൻ ഉണ്ടാവാറുണ്ടായില്ല. അവരുടെ ആ പൊസിഷന് പുറത്ത് തന്നെ 5 രൂപയായിരിക്കും മാക്സിമം ഫീസ് വാങ്ങിക്കുന്നത്. കുറച്ച് പാരസെറ്റമോൾ അങ്ങനത്തെ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. കാരണം മെഡിക്കൽ ഷോപ്പൊന്നും ഇല്ല. ഒരു 28 കിലോമീറ്റർ വരുമ്പോൾ ആദ്യത്തെ മെഡിക്കൽ ഷോപ്പ് പോകണം പറ്റുകയാണെങ്കിൽ പിന്നെയും 50 കിലോമീറ്റർ ദൂരത്തിലുള്ള കാര്യങ്ങളാണ്. അത്രയും വലിയ പ്രദേശമായി. പക്ഷെ ആളുകൾ കാണിക്കുന്ന ആ സ്നേഹം, 5 രൂപ പുറത്തേക്ക് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയെങ്കിലും അത് തരും. ആ കൺസെൻട്രേഷൻ അത് വീണ്ടും കടമായി. എങ്കിൽ പോലും അവിടുന്ന് വരുമ്പോഴേ ആ ഗ്രാമം മുഴുവൻ എനിക്ക് വരാൻ കൂട്ടം മനസ്സിലായില്ല. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അപ്പോഴും നമ്മൾ സർക്കാർ സർവീസ് ആകുമ്പോൾ ട്രാൻസ്ഫർ ആകുമ്പോൾ മാറിപ്പോകണം. അങ്ങനെ വന്നപ്പോൾ ആ ഗ്രാമം മുഴുവൻ എന്നെ യാത്രയാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന് ആ ഓർമ്മ ഇപ്പോഴും എന്നെ മനസ്സിലായി. അതുമാതിരി ഉദുമയിൽ തന്നെയും അത്രയും അവിടെ 20 പേരുണ്ടായിരുന്നു. ഞാൻ ഒറ്റ ഡോക്ടറായിരുന്നു. അതുകൊണ്ട് എവിടെ ഇറങ്ങാമ്പോൾ അത് ഒരു 5 കൊല്ലം ഞാൻ അവിടെ തന്നെ കൂടെയായിരുന്നു. കാരണം ഈ ഇവരെ പേഷ്യന്റിനെ കൊണ്ട് നമുക്ക് കുറച്ച് ദൂരത്തോട്ടും പോകാൻ പറ്റില്ല. പോരാൻ ഏൽപ്പിക്കാൻ ആളുണ്ട്. പക്ഷെ ഏറ്റവും നല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള കാലമായിട്ട് ഞാൻ ആ കാലത്തെയാണ്. ഇപ്പോഴത്തെ പ്രാക്ടീസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എല്ലാം മാറി. അത് കഴിഞ്ഞ് സാറ് DO ചെയ്യാനായി വീണ്ടും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണ്. അപ്പോ സാറിന് ഒഫ്താൽമോളജി എടുക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴാ വന്നത്? ഇനി ആ സമയത്ത് സാറിന്റെ മെന്റേഴ്സ് ഒക്കെ ആരായിരുന്നു? അത് ഈ MBBS കരിക്കുലത്തില് എന്നെ ആകർഷിച്ച 2 വിഷയങ്ങൾ സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് മെഡിസിനും ഒഫ്താൽമോളജി ആയിരുന്നു. ശരി. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഒരു PG എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കണമെന്ന് ആ കാലത്ത് തന്നെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒഫ്താൽമോളജി പോയി വന്നപ്പോ അവിടുത്തെ അന്നത്തെ പ്രൊഫസർ ഡോക്ടർ പ്രഭാകരൻ, ആ സാറിന്റെ ആ നോട്ട് ബുക്ക്, അദ്ദേഹത്തിന്റെ നോട്ടുകൾ ഇപ്പോഴും എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഒഫ്താൽമോളജി ക്ലാസ് കേട്ടപ്പോഴേ അത് എന്തായാലും ഒഫ്താൽമോളജിക്ക് പോകണം എന്നുള്ള ആഗ്രഹം തന്നെയുണ്ട്. എനിക്ക് പിന്നെ PGക്ക് 2 സെലക്ഷൻ കിട്ടിയിരുന്നു. അന്ന് എന്റെ ഇവിടുത്തെ DM ആയിരുന്ന ഡോക്ടർ ഷർനാഡ് സാർ എന്നോട് ഞാൻ ഇത് 2 ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഈ നോൺ ക്ലിനിക്കലായിട്ടേയും പ്രിവെന്റീവ് മെഡിസിന് പോകണ്ട, അതിന്റെ ഏറ്റവും നന്നായിട്ട് ഒഫ്താൽമോളജി എടുക്കുന്നതാണ്. അങ്ങനെ ആ സാറിന്റെ ഉപദേശിച്ചാണ് ഞാൻ ഒഫ്താൽമോളജി പോയത്. ഇപ്പോഴും പ്രഭാകരൻ സാറിന്റെ അന്നത്തെ ആ ക്ലാസ്സിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ ശരിക്കും പൊരുത്തിരിപ്പുണ്ടാകുന്ന തരത്തിലുള്ള ക്ലാസ്സാണ്. എനിക്കൊരു അറ്റാച്ച്മെന്റ് ഒഫ്താൽമോളജി തോന്നിയത് തീർച്ചയായും പ്രഭാകരൻ സാറിന്റെ ക്ലാസ്സുകളാണ്. അത് പ്രൊഫസർ വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എന്ന വേണ്ടി ഡോക്ടർ വേലായുധനായി, ഡോക്ടർ ഇന്ദിരാ വർമ്മ, ഡോക്ടർ രാമേന്ദ്ര ഭട്ട്, ഡോക്ടർ KP സുബ്രഹ്മണ്യം, അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. കാരണം ഞങ്ങള് പിന്നീടുള്ള എല്ലാ കോൺഫറൻസിലും സാറിന്റെ കൂടെയാണ്, സുബ്രഹ്മണ്യ സാറിന്റെ കൂടെ ഞാൻ ഉൾക്കൊണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സർജറി ചെയ്യുന്ന ദിവസമൊക്കെ എന്നെ അത് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും വിളിക്കുകയും എന്നെ പല ഉപദേശങ്ങളും തരുന്ന കാര്യം, ആ കാര്യം ഞാൻ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ഒഫ്താൽമോളജി PG എടുത്തതിന് ശേഷം പിന്നീട് വീണ്ടും നാട്ടിലേക്ക് വന്ന് ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്യാനുണ്ടാവും അല്ലെ? കൊയിലാണ്ടി കാസർഗോഡ് താലൂക്ക് ഹോസ്പിറ്റലിൽ സാറ് വർക്ക് ചെയ്തു. അപ്പോ ആ സമയത്ത് പിന്നെ സാറ് കണ്ണൂരിന്റെ DMO ആയിട്ട് ഉണ്ടായിരുന്നു.
ആ സമയത്ത് സാറിനുണ്ടായ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും ചാലഞ്ചസിനെ പറ്റിയും ഒന്ന് വിശദീകരിക്കാം സർ. ഈ താലൂക്ക് ആശുപത്രിയിലൊക്കെ ഈ ഐ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒരു വൺ മാൻ ഷോ ഉണ്ട്. വളരെ ടഫായിട്ടുള്ള വർക്കായിരുന്നു. എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അവിടെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലോണ്ട് രോഗികളെ പരിഹരിക്കണം കുറെ കൂടി എളുപ്പമുണ്ടായിരുന്നു. ഒരുപാട് സർജറി ചെയ്യാനും ഇതൊക്കെ ഒരുപാട് ചാൻസുകൾ ഉണ്ട്. ആ സമയത്ത് പിന്നെ കോഴിക്കോട് കണ്ണാശുപത്രികളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ്. ഇപ്പോഴത്തെ വലിയ ചെറിയ ആശുപത്രികളൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലി ചെയ്യാനും ഇതിനുള്ള സാധ്യത അവസരങ്ങളുണ്ടായിരുന്നു. കാസർഗോഡ് അതുപോലെ തന്നെയായിരുന്നു. കാസർഗോഡിലെ ആളുകൾ പൊതുവെ മംഗലാപുരത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ് എല്ലാത്തിനും. പക്ഷേ കാസർഗോഡ് ആശുപത്രിയിലെ ആ സമയത്ത് ഒരുപാട് നല്ല സൗകര്യം ഉണ്ടാവുകയും ഒരുപാട് അതുകൊണ്ട് ഈ ഐ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ ഈ മെഡിക്കൽ DMO ആയിരുന്ന സമയത്തല്ലേ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിനെ പറ്റി ഞാൻ കേട്ടു, അതെന്തായിരുന്നു സർ? അത് DMO ആയിരുന്നപ്പോഴല്ല, ഞാൻ KGMA കേരള ഗവൺമെന്റ് മെഡിക്കൽ അസോസിയേഷന്റെ ജേർണൽ എഡിറ്ററായി. ആ സമയത്ത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 1966 മുതൽ 1996 വരെയുള്ള 30 വർഷത്തെ ഈ സർക്കാർ ഹെൽത്ത് സർവീസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റ് ഓർഡേഴ്സ് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ബുക്ക്, ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ബുക്കായിരുന്നു. അത് പബ്ലിഷ് ചെയ്തതായി. അത് ഞങ്ങള് ഡോക്ടർമാർക്ക് മാത്രമല്ല, ഈവൻ അത് DHS ഓഫീസിൽ പോലും അതൊരു റെഫറൻസ് ബുക്കായിട്ട് ഉപയോഗിച്ചതായിട്ട് എനിക്കറിയാം. പല കാര്യങ്ങളും സംശയം ഉണ്ടാകും. കാരണം അത് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ഡോക്ടർമാർക്ക് പെർമിഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയം ഉണ്ടായി. ഒരു ഡോക്ടർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുമ്പോൾ അടുത്ത വീട്ടുകാരൻ സ്ഥിരമായിട്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. ഇവിടെ വരുന്ന രോഗികൾ എനിക്ക് വലിയ ശല്യം ഉണ്ടാക്കുന്നു, ഗവൺമെന്റ് ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ അവകാശമില്ല, അദ്ദേഹം അനധികൃതമായിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് കൂട്ടണം. പക്ഷെ അദ്ദേഹം എനിക്ക് പിന്നെ ഒരു കത്തെഴുതി ഡോക്ടറുടെ അതിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ അവകാശമില്ല ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആ ഓർഡർ കോടതിയിൽ പോലീസ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ നിയമപരമായിട്ട് കോടതി വിധിയില്ലായിരുന്നു. അത്ര ഉപകാരപ്രദമായിട്ടുള്ള ബുക്കായിരുന്നു. സർ, ഇത്രയും കാലത്തെ ഒരു ഗവൺമെന്റ് സർവീസിന് ശേഷം സാറ് വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് സൗദി അറേബ്യയിലേക്ക് പോവാണ്. ആ തീരുമാനം എടുക്കാനുള്ള കാരണം എന്തായിരുന്നു സർ? അത് തീർച്ചയായും 24 കൊല്ലം ഞാൻ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തെങ്കിലും ഒരുപക്ഷെ ഭാവിയിലേക്കുള്ള ഒരു വലിയ സാമ്പത്തിക ഭദ്രത എന്നത് എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ സംശയമായി. ഞാൻ പൊതുവെ എന്റെ പറഞ്ഞതുപോലെയുള്ള ജീവിത രീതിയൊക്കെ ആയതുകൊണ്ട് സമ്പാദിക്കാനുള്ള ഒരു ലക്ഷ്യം എനിക്ക് പ്രാക്ടീസിന്റെ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സൗദിയിൽ പോയാൽ ഇന്നത്തെ കാലത്ത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളോടെ ഗവൺമെന്റ് ആശുപത്രി ജോലിയുണ്ടായിരുന്നു, പ്രൈവറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നിരന്തരമായി നിർദ്ദേശമുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരും, വർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്, അതുകൂടാതെ നല്ല സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ടാകും മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പ്രത്യേകിച്ചും ഒരുപാട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഒരുപാട് രോഗികൾ, പക്ഷേ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള ലോകത്തിന്റെ ഏത് ഭാഗത്തും ഞാൻ 21 വർഷങ്ങളിൽ ചികിത്സിച്ച ഒരു രോഗികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും വളരെ സന്തോഷമുണ്ട്. അവർ പലരും ഇപ്പം വാട്സപ്പിലൂടെ എന്നെ വിളിക്കുകയും ഇവരെ ചില ചില്ലറ അസുഖങ്ങൾക്കൊക്കെ എന്റെ സഹായം തേടുകയും ചെയ്യുന്നുണ്ട്. അതും വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടുത്തെ വർക്ക് കൾച്ചറും അവിടുത്തെ വർക്ക് കൾച്ചറും തമ്മിൽ എന്താ ഡിഫറൻസ് ആണ് സാർ തോന്നുന്നത്? കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഇവിടെ ഡോക്ടർമാർക്ക് പ്രവർത്തിക്കാൻ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ രോഗിയും ഡോക്ടറും തമ്മിലുള്ള ആ ആത്മബന്ധം, അത് ഏതാണ്ട് തീരെ തകർന്നുപോയി. പ്രത്യേകിച്ച് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം ഇതൊരു പ്രൊഫഷൻ എന്നതിനപ്പുറം ഇതൊരു ബിസിനസ്സായി മാറി. സർക്കാരും അതിനെ ബിസിനസ്സായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളു തുറന്ന് രോഗിക്ക് വേണ്ടത് എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമ്മൾ മുമ്പേ രോഗികള് എന്തായാലും ഡോക്ടർ ചെയ്യുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണ് കരുതുന്ന ആ കാലം ഇപ്പൊ കഴിഞ്ഞുപോയി. ഇപ്പോൾ ഓരോ കാര്യത്തിലും ഇങ്ങനെ ചെയ്യാവൂ. പ്രത്യേകിച്ച് ഇന്റർനെറ്റ് കൂടി വന്നതിന് ശേഷം നമുക്ക് പറയാനേ ഇല്ല. ഓരോരുത്തരും അത് നോക്കി ഡയഗ്നോസിസ് സ്വന്തം ചെയ്തിട്ടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ നല്ലത് പഴയതുപോലെ അത്ര എളുപ്പമുള്ള സംഗതിയാണ്. പക്ഷെ അവിടെ സൗദി അറേബ്യയിലേക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ട് പ്രത്യേകിച്ചും ആളുകൾ അവിടുത്തെ സർക്കാർ സംവിധാനത്തെ അല്ലെങ്കിൽ സൗദി ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു മാസം കിട്ടുന്ന ശമ്പളം മുഴുവൻ ഒരു പ്രാവശ്യം ആശുപത്രി പോയാൽ തന്നെ പക്ഷേ അവിടെയുള്ള ഒരുപാട് മറ്റ് രാജ്യങ്ങളിൽ പോയ ആൾക്കാർ നടത്തുന്ന ക്ലിനിക്കുകൾ, പോളിക്ലിനിക്കുകൾ പ്രധാനമായിട്ടും അവിടെ വളരെ ചെറിയ കാശ് മാത്രമേ ചെലവാകും. അതുകൊണ്ട് ഒരുപാട് രോഗികൾ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ ഈ നമ്മുടെ അവിടെയുള്ള പ്രൈവറ്റ് പോളിക്ലിനിക്സിനാണ് ആശ്രയിക്കാറ്. അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രോഗികൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർക്ക് നമ്മളോട് വലിയ ഒരുപക്ഷെ നമ്മുടെ ആൾക്ക് പണ്ടുണ്ടായിരുന്ന മാതിരിയുള്ള ഒരു ആത്മബന്ധം. സ്വീകരിക്കാറില്ല. ഞാൻ അവിടെ വന്നിട്ട് 3-4 വർഷമായി. എങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്നല്ലാണ് അവിടുന്ന് വരുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും പറയാറ്. സാർ ഇപ്പൊ പറഞ്ഞ പോലെ മെഡിസിൻ ഹാസ് ഇവോൾവ് വെരി റാപ്പിഡ്ലി
ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഇപ്പൊ AI മറ്റ് ടെക്നോളജിയിലും അതിന്റെ ഒഫ്താൽമോളജി അത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, മെഷീൻ കൊണ്ടാണ് കഴിയും നമ്മുടെ മൊത്തം. അപ്പോ സാറിന് എന്തെങ്കിലും ഇത്രയും ഒരു ചേഞ്ചില് എനിത്തിങ് ദാറ്റ് എക്സൈറ്റഡ് യു ആൻഡ് എനി വറീസ് അബൌട്ട് ദ റീസെന്റ് അഡ്വാൻസ്മെന്റ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്? ഇത് പറയുമ്പോഴേ ഞാൻ ഓർമ്മിക്കാണ് 1973 ഞാൻ BS ഒഫ്താൽമോളജി പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 180 ഡിഗ്രിയിൽ ലിബൽ ഇൻസിഷൻ ഇട്ടിട്ട് ലെൻസ് ഫോഴ്സസ് വെച്ചിട്ട് അത് ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് കണ്ണ് ബാൻഡേജ്, സൂച്ചർ പോലില്ലാതെ കണ്ണ് ബാൻഡേജ്, 2 കണ്ണ് കിട്ടിയിട്ട് ആളുകൾ കിടക്കുന്ന ഏതാണ്ട് 4-5 ദിവസം ആളുകൾ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ദിവസമോ പിറ്റേ ദിവസം നമുക്ക് ഒരു ആന്റി ചേമ്പർ റീഫോം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൊളാപ്സ് ചെയ്ത് വീണ്ടും ആകുകയാവും. ഈ 2 കണ്ണ് കെട്ടി കിടക്കുന്ന ഒരു രോഗിയുടെ സ്ഥിതി നമുക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ഈ കാലത്ത്. അവർ ഒരുപാട് പേര് വൈകുന്നേരം ആകുമ്പോൾ വയലുണ്ടാവും, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്ട് തന്നെ വിഷൻ എത്രത്തോളം കിട്ടുന്നുള്ള കാര്യം അവരുടെ രോഗിയുടെ ഭാഗ്യത്തിനനുസരിച്ച് ആക്സിഡന്റ് കാര്യം. പിന്നെ ഞാൻ 85 PGക്ക് പോയപ്പോൾ അത് മാറി, അത് ഇൻട്രാ കാപ്സുലർ കാറ്ററാക്ട് കാലിക്കറ്റ് മെഡിക്കൽ ചെയ്തത്. ഇൻസിഷൻ ചെറുതായി സ്വിച്ചിടാൻ തുടങ്ങി, വിഷൻ കുറയുകയും. ഇത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള അഡ്വാൻസ്മെന്റ് നമുക്കിപ്പോ നോ സ്വിച്ച് ടെക്നിക്കായി, ലേസറായി, ഫാക്കോ കഴിഞ്ഞിട്ട് ഇപ്പൊ ലേസറിലേക്ക് പോയി. അങ്ങനെ അവര് എന്താ പറയാ, ആൾമോസ്റ്റ് നോർമൽ വിഷൻ. പല ആളുകളും ഇപ്പോ നേരത്തെ തന്നെ ഇത് ചെയ്യുന്നതാണ്, പ്രായമായിട്ട് ബുദ്ധിമുട്ട് ചെയ്യുന്നതിന് ചെറുപ്പത്തിൽ തന്നെ കാറ്ററാക്ട് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള ആശയത്തിലേക്ക് പോലും ആളുകൾ പോകാൻ തുടങ്ങി. അത്ര റവല്യൂഷണറി. അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വിട്രിയസ് പുറത്ത് ഒരു വളരെ റിസ്കറായിട്ടൊരു പ്രൊഫസർ പറഞ്ഞത്, വിട്രിയസ് ഈസ് ഔട്ട്, നോ ദ വിഷൻ ഈസ് ആൾസോ ഔട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കപ്പോ ആദ്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ വിട്രിയസ് ലോസിലായി കഴിഞ്ഞാൽ പിന്നെ വിഷൻ തിരിച്ചു കിട്ടില്ല എന്നാണ് ആ കൺസെപ്റ്റ് മാറിയിട്ട് ഇപ്പൊ വിട്രിയസ് റീപ്ലേസ്മെന്റ് തന്നെ തുടങ്ങി. വിട്രിയസ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അത്രയും നന്നായിട്ട് നമ്മളെ ഇത് ബാക്കിയുള്ള എല്ലാ ഫീൽഡിലും അതേമാതിരി മെഡിസിന്റെ എല്ലാ ശാഖകളും അങ്ങനെ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആയി പോയെങ്കിലും ആളുകൾ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ എന്റെ വിചാരത്തിൽ തൃപ്തരല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയധികം ആശുപത്രികൾ ഇതൊക്കെ വന്നിട്ട് പോലും പ്രത്യേകിച്ച് ഇപ്പൊ ഈ കോർപ്പറേറ്റുകൾ ആശുപത്രികളിലേക്ക് കയറി തുടങ്ങിയതിന് ശേഷം കൂടി ചികിത്സ എന്നത് വലിയൊരു ബാധ്യതയായി. ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനകാല സമ്പാദ്യം, കിട്ടിയ സമ്പാദ്യം മുഴുവൻ അവസാനം ആശുപത്രി ചെലവഴിക്കാൻ പോകുന്നൊരു കാര്യമില്ല. ഭാഗ്യവശാലും ഒഫ്താൽമോളജിയിൽ അങ്ങനെ ഒരു സ്ഥിതി ഇതുവരെ വന്നിട്ടില്ല. ഒഫ്താൽമോളജി കൊണ്ടുവരെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു. അധിക ആശുപത്രി നടത്തുന്ന ഒഫ്താൽമോളജിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രോഗികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം, രോഗികൾക്കും അറിയാം. പക്ഷെ ക്രമേണ ഇത് ഈ കോർപ്പറേറ്റ് തരംഗം ഈ ആശുപത്രികൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരെല്ലാം ആശുപത്രിയിലെ ജീവനക്കാർ. ഇപ്പൊ ഡോക്ടർമാര് ആശുപത്രി അധികന്മാരാണ്. അവർ വിചാരിക്കുന്ന മാതിരിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒഫ്താൽമോളജിയിലൊക്കെ കുറെ മാത്രമല്ല ഒരുപാട് നല്ല ആശുപത്രികൾ, ഇതുപോലെയുള്ള ഒരുപാട് ആശുപത്രികൾ നോ പ്രോഫിറ്റ് നോ ലോസിന്റെ വട്ടില് ഒരുപാട് സേവനങ്ങൾ നടക്കുന്നത് ഇപ്പോഴും നമ്മളെ ഒഫ്താൽമോളജിയിലും. പക്ഷെ ഭാവിയിൽ ഒരുപക്ഷെ ഇത് വളരെ ആശങ്കാജനക ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു വിചാരമാണ് എനിക്ക്. രണ്ടാമത് ഈ മിക്സോപ്പതി കൂടി ഇപ്പോൾ ഈ മോഡേൺ മെഡിസിനെ അതിക്രമിച്ചുകൊണ്ട് ഒഫ്താൽമോളജി പോലും ഇപ്പോ ആയുർവേദത്തിന്റെ പല ആശുപത്രികളും ശരിക്കും ചെയ്യുന്നത് അവർ ടേംസ് പോലും ഉപയോഗിക്കുന്നത് മോഡേൺ മെഡിസിൻ ടേംസാണ്. മാക്കുലർ ഡീജനറേഷൻ ഡിറ്റാച്ച്മെന്റ് ഒക്കെ അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആയുർവേദത്തിന് അങ്ങനത്തെ ഒരു ടേംസ് തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിക്സോപ്പതിയും ഇതിന് വലിയ ദോഷം ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പം ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമങ്ങള്, അതുപോലെ ഈ പറഞ്ഞ പോലെ മരുന്ന് മാഫിയകള്, ഇതിലിപ്പം ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ പൊതുസമൂഹത്തോട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഈ വയലൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ആശുപത്രികളിൽ മാത്രമുള്ള ഒരു സംഗതിയാണെന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. പൊതുവെ വയലൻസ് ഏത് ഫീൽഡ് നോക്കിയാലും വയലൻസിന്റെ അതിപ്രസരം എല്ലായിടത്തും ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടും ആശുപത്രികളിലുണ്ട്. പിന്നെ ഒരു ആശുപത്രികളിൽ ഉണ്ടാകുന്ന ആക്രമണത്തെ കുറിച്ച് പറഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. അതിപ്പോ ഈ ഒരുപാട് നമ്മുടെ നാട്ടിലെ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ ഒരുപാട് വ്യാപകമായതിനു ശേഷം തന്നെ ഒരുപാട് ആശുപത്രിയിൽ വരുന്ന ആളുകൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ളത് രോഗികളല്ല അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കളല്ല ആശുപത്രി കയറി പ്രതിഷേധിക്കുന്നത്. അതിന്റെ ഇടയിലുള്ള ഒരു മൂന്നാം കക്ഷികളാണ് സാധാരണ പ്രതിഷേധിക്കുന്നത്. അവര് പ്രതിഷേധിക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ഈ ഒരു പ്രത്യേക സംഭവം അല്ലാതാണ്. അവർക്ക് മുമ്പ് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടക്കെട്ടിന്റെ പുറത്ത് കിട്ടിയ ഒരു അവസരം മൂലം കാണുന്ന പല സ്ഥലങ്ങളും അല്ല. ഇതിനെ തടയാൻ എന്ത് കഴിഞ്ഞു ചോദിച്ചാൽ ഇപ്പോഴും നമ്മുടെ ആശുപത്രികളെ സേഫ് ഓണാക്കുക അങ്ങനെയൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ രോഗിയും ഡോക്ടറും തമ്മിലുള്ള പണ്ട് കാലത്തുണ്ടായിട്ടുള്ള ആത്മബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആശുപത്രി അക്രമങ്ങൾ തടയാൻ കഴിയുന്ന ഒരു വിചാരക്കാരാണ്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ അനുബന്ധമായിട്ട് ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഞാൻ പാടത്തൂർ ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ചിത്തരൻ ഒരു ഓണക്കാലത്ത് എല്ലാ ആശുപത്രികളും ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. രോഗികളോട് കാരുണ്യം, പെരുമാറ്റത്തിൽ വിനയം,
പ്രവൃത്തിയുടെ അർപ്പണം പോലെ. ഇത് മൂന്നും നിങ്ങളെ നയിക്കട്ടെ മറ്റുള്ള ഒരു ആശംസയാണ്. ഞാനിപ്പോഴും അത് ഉയർത്തിപ്പിടിക്കുന്ന എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള 3 വാചകങ്ങളായിരുന്നു. അതിപ്പോഴും നമുക്ക് ഒരുപക്ഷെ നമ്മളോട് എങ്ങനെ പ്രതികരിച്ചാൽ നമുക്ക് ഈ 3 എണ്ണം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരു വലിയ പരിധി വരെ ആശുപത്രി നമുക്ക് തടയാൻ കഴിയും. മാത്രമല്ല പൊതുജനങ്ങൾ ഇപ്പൊ ആശുപത്രി ആക്രമണം നടന്നാലും ആളുകളാരും അവിടെ സ്ഥിരമായിട്ട് വരുന്ന രോഗികൾ പോലും അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. അത് അവരുടെ കാര്യം അവർ നോക്കട്ടെന്നില്ല മനസ്സിലാണ്. ജനങ്ങൾ നമ്മളെ കൂടെ നിൽക്കുന്നത്. പക്ഷെ ആ കാലത്ത് എനിക്കറിയാം ആശുപത്രിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ തന്നെ ആളുകൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരെ അവർ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് ഇപ്പോഴും പഴയ കാലത്ത്. ഇപ്പോഴങ്ങനെ എവിടെയും സാറിനെ പറ്റി എഴുതിയ ഒരു ലേഖനത്തിൽ ഞാൻ ഇവിടെ വായിക്കുകയുണ്ടായി. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ വന്ന് പോസ്റ്റ്മോർട്ടം ഹെമറേജ് ആയി വന്ന് പിന്നെ സാറിന് 8 പൈന്റ് ബ്ലഡ് കൊടുത്ത് സാറ് ജീവൻ രക്ഷിച്ച ഒരു കഥ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ വളരെ ഇൻസ്പിറേഷൻ ആണ് സാർ ഇങ്ങനെ പറയുമ്പോൾ. സംഘടനാ തലത്തില് KSOS കൂടാതെ പല സംഘടനകളിലും സാർ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. IMA, KGMOA, അങ്ങനെ പല സംഘടന. അതിനെ പറ്റി സാർ ഒന്ന് പറയാം. KGMOയുടെ കോഴിക്കോടെയും കാസർഗോഡെയും ജില്ലാ പ്രസിഡന്റായിരുന്നു ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ 2 പ്രാവശ്യം ഈ KGMA ജേർണലിന്റെ എഡിറ്ററും കൂടിയായിരുന്നു. അതുപോലെ തന്നെ IMAയിലും IMAയുടെ കൊയിലാണ്ടി ബ്രാഞ്ച് പ്രസിഡന്റായിരുന്നു. ആ ബ്രാഞ്ച് പ്രസിഡന്റായിരുന്ന സമയത്ത് അവിടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്മാൾ ബ്രാഞ്ച് ഫീമെയിൽ ബ്രാഞ്ചിന്റെ അവാർഡ് ഞങ്ങളുടെ ബ്രാഞ്ചിൽ കിട്ടിയിട്ടുണ്ടായി. അത് നന്നായിട്ട് ഉണ്ടായിരുന്നു. കാസർഗോഡ് IMAയിൽ ഞാനിപ്പോൾ സജീവമാണ്. ഇതിന്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പോൾ വളരെ സജീവമായിട്ട് ഇവിടുത്തെ പരിപാടികളായിട്ട് സാധിക്കും. KSOSന്റെ കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റും കൂടിയായിരുന്നു സാർ കഴിഞ്ഞ 2023 സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു കുറെ പ്രാവശ്യം. സൗദിയിലും അവിടെ റിസ എന്ന് പറഞ്ഞ റിയാദ് ഇനീഷ്യേറ്റീവ് അഗൈൻസ്റ്റ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ലഹരിക്കെതിരെ സ്കൂളുകൾ ബോധവൽക്കരണം നടത്തുന്ന ഒരു വലിയ നല്ല സംഘടന ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ സജീവമായിട്ട്. സാർ പിന്നെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു അവിഡ് പ്രാക്ടീഷണർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഈ ആത്മീയ പരിശീലനം സാറിനെ അപ്രോച്ച് ടു പേഷ്യൻസ് ആസ് വെൽ ആസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ 2000 ഞാൻ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആദ്യത്തെ ഹാപ്പിനെസ് കോഴ്സ് ചെയ്തത്. അതിനുശേഷം ആ സമയത്ത് ഞാൻ സൗദിയിൽ പോയ അവസരമായിരുന്നു. അത് അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഒരു എക്സർസൈസ് അന്ന് വെറും മെഡിറ്റേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറെ കഴിഞ്ഞിട്ടാണ് അതിൽ പിന്നെ യോഗ കൂടി വന്നത്. ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ ഉന്മേഷം നൽകാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗികളോട് അവർ നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ പ്രതികരിച്ചാലും ക്ഷമയോടുകൂടി അതിന് മറുപടി കാണാനുള്ള നല്ല ഒരു സാഹചര്യം ഈ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പരിശീലനം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല ഗുരുജി ശ്രീ രവിശങ്കറിന്റെ അദ്ദേഹത്തിന്റെ വചനങ്ങളുണ്ട് പലതും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വഴികാട്ടായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. സാറിനെ പലരും വിശേഷിപ്പിക്കുന്നത് ഒരു ഗാന്ധിയനായിട്ടാണ്. സാറിന് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ ഗാന്ധിയനാണെന്ന് ഒരിക്കലും സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ്. പക്ഷേ വളരെ ചെറുപ്പകാലത്ത് മുതൽ തന്നെ ഗാന്ധിജി എന്റെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ അത് യേശു ക്രിസ്തുവിന്റെയും ശ്രീബുദ്ധന്റെയും തുടർച്ചയാണ് ഗാന്ധിജിയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ട്രൂത്ത് ഈസ് ഗോഡ് ആയ ആശയം അത് എന്നെ വളരെ സ്വാധീനിച്ചു. എപ്പോഴും സത്യത്തോടൊപ്പം നിൽക്കുക, അത് വെറും വാക്കിലല്ല, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യത്തോടൊപ്പം നിൽക്കുക എന്നൊരാശയം അത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടൊരു ആശയമാണ്. അതുകൊണ്ട് അതെനിക്ക് എപ്പോഴും അതിനുശേഷം ഞാൻ കൂടുതൽ പഠിക്കുമ്പോൾ ശരിക്കും നമുക്കുള്ള ഏറ്റവും നല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാർഗദർശി മഹാത്മാഗാന്ധിയാണ് ശിക്കുന്ന ആളാണ്. അപ്പോ ഇത്രയും നേരം നമ്മൾ സാറിനെ പറ്റി അറിഞ്ഞു. ഇനി നമുക്ക് സാറിന്റെ ഫാമിലിയിലേക്ക് പോവാം. മാഡത്തിന് ഒന്ന് പരിചയപ്പെട്ടാലോ സാർ? നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മളെ സപ്പോർട്ട് ഫാമിലിയാണല്ലേ സാർ? അപ്പോ സാർ ഒന്ന് ഫാമിലിനെ പരിചയപ്പെടുത്തി. എന്റെ ഭാര്യ പ്രമീള, ഞങ്ങളെ ബേബി എന്നാണ് വിളിക്കാറ്. ഞങ്ങൾക്ക് നമ്മുടെ സ്വദേശം നീലശത്താണ്. പൂർണ്ണമായിട്ട് നമ്മുടെ ഗൃഹഭരണം എന്ന് പറയുന്നത് ഗൃഹഭരണത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലായിടത്തും ഞാൻ ആ കാലത്ത് പ്രൊഫഷണലായിട്ട് വളരെ തിരക്കിലായതുകൊണ്ട് വിഭാഗം ചെയ്തതുകൊണ്ട് ഇവരെയായിരുന്നു. 3 പെൺകുട്ടികളാണ്. മകള് നിമിത സുജേഷ്, 2 സിവിൽ എഞ്ചിനീയേഴ്സാണ്. രണ്ടാമത്തെ മോള് സ്റ്റെം സെൽ PhD ആണ്. എവിടെയാണ്? അമേരിക്കയിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഹസ്ബൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. മൂന്നാമത്തെ മോള് പ്രവിത അനീഷ്, 2 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോ സാറിന്റെ ഇത്രയും തിരക്കിട്ട ജീവിതത്തില് മാഡാണ് സാറിനെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് അറിയാം. പക്ഷെ ഈ ജീവിതത്തിനിടയിൽ മാഡത്തിന് എന്തെങ്കിലും ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടോ സാറിന് വേണ്ടി?
ഇവരുടെ ടാലന്റ് മുഴുവൻ പുറത്തു വന്നത് ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഞങ്ങള് ഈ സ്ഥലം വാങ്ങിച്ചിട്ട് തറയിട്ടതിന് ശേഷം ഗൾഫിൽ പോയി. വീട് പണിന്റെ ഫുൾ ചുമതല വെച്ചത്. സാറിന്റെ പ്രത്യേകിച്ച് ഈ ഹോബീസ് ഒന്നും ഇല്ല? ഹോബീസ് മുമ്പ് ഞാൻ ഒരുപാട് വായിക്കുകയായിരുന്നു. അതിനാണ് എന്റെ പ്രധാനമായിട്ടുള്ള ഹോബി. ഹോബികൾ പറഞ്ഞാൽ ആ കാലത്ത് ഒറ്റ പണികൾ ഷട്ടിൽ ബാഡ്മിന്റൺ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മെയിനായിട്ട് ഹോബി ഞങ്ങൾ താഴെ 20 സെന്റ് സ്ഥലമുണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്രയില് എനിത്തിങ് യു വിഷ് ടു സ്റ്റാർട്ട്? ഞാനിപ്പോൾ ഒരു 2 ക്ലിനിക്കുകളായിട്ട് കുറച്ച് സമയം ഒരു ദിവസം ഒരു 5 മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. ഈയുടെ കാലത്ത് വായനയും കുറെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് പോവാ എന്നത് വിചാരിക്കുന്നത്. സാറിന് ഇത്രയും കാലം ഒഫ്താൽമോളജിയിൽ സാർ വർക്ക് ചെയ്തു. ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് സാറിന് എന്തായിരിക്കും? അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും പറഞ്ഞത് ഞാനതില് ഒരു രസകരമായിട്ട് 1-2 അനുഭവങ്ങൾ പറയാം. ഞാൻ കുലാണ്ടി ആശുപത്രി ഉണ്ടാകുമ്പോഴേ അവിടെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന് 2 കണ്ണും കേട്ടായിട്ട് ബാധിച്ചിട്ട് തീരെ വയ്യാതെ എനിക്ക് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് പറഞ്ഞിട്ട് ഗവൺമെന്റ് ആശുപത്രി പിടിച്ചു കൊണ്ടുവന്ന് ഞാൻ നോക്കിയിട്ട് കേട്ടായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടായിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആശുപത്രി വെച്ച് തന്നെ ഒരു കണ്ണ് ചെയ്തപ്പോൾ നല്ല കഴിച്ചിട്ടായിരുന്നു മറ്റേതും ചെയ്തു. കുറെ നാൾ കഴിഞ്ഞപ്പോ അവര് വീണ്ടും വന്നു. ഇയാളെ കുട്ടി കണ്ണിന് കുറച്ച് വേദന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പൊ പ്രത്യേകിച്ച് നോക്കിയപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് കഞ്ചിന്റെ ഇത് മാത്രമേ. അന്നേരം ആ സ്ത്രീ എന്നോട് ഒരു കാര്യം പറഞ്ഞു. വളരെ സങ്കടത്തോടു കൂടി, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സ്വകാര്യമായിട്ട് ഇന്ത്യ കേൾക്കാറ് ഓപ്പറേഷൻ ചെയ്യേണ്ടായിരുന്നു സാറേ. ഞാൻ അല്ലാതെ വേറെയില്ലേ, കാരണം ഇങ്ങനെ ഒരാള് 2 കണ്ണും നല്ല കാഴ്ച കിട്ടി ഒരാള് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അദ്ദേഹം അവര് പറഞ്ഞു, ഇവര് നേരത്തെ 2 കണ്ണും കാണാതിരുന്നപ്പോഴേ ഒരാളെ കട്ടിൽ കിടക്കായിരുന്നു. ഇവർക്ക് ചാരായം കഴിക്കാതെ നിവൃത്തിയില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് കുറച്ച് ചാരായം കൊണ്ടുകൊണ്ടായിരുന്നു. ഇതിന്റെ സമാധാനിക്കായിരുന്നു. ഇപ്പൊ 2 കണ്ണും കാണാൻ തുടങ്ങിയപ്പോൾ അവര് സ്ഥിരമായിട്ട് ചാരായ ഷോപ്പിൽ കുടിച്ചു വന്നിട്ട് കുടിച്ചു വരിക മാത്രമല്ല എന്നെ സ്ഥിരമായിട്ട് ദ്രോഹിച്ചിട്ട് എനിക്ക് യാതൊരു ഇരിക്കപ്പെടുന്നില്ല ജീവിതം ആയിപ്പോയി. അതുകൊണ്ട് എനിക്കിപ്പോ തോന്നുന്നത് പുതിയ കണ്ണു കാണാതെ അങ്ങനെ കിടക്കുന്നതായിരുന്നു നല്ലത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ജീവിതം എത്ര ദുസ്സഹമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഉദാഹരണം അത് വളരെ ഒരു രോഗിക്ക് കാഴ്ച കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും നമുക്ക് ആ കാഴ്ച കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് കുറെ സാമൂഹികമായിട്ട് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതും ആ ചെയ്യുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ അതിൽ പിന്തിരിപ്പിക്കാനുള്ള ചുമതല കൂടി നമ്മൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു അവസരമായിട്ട്. സാർ ഇപ്പൊ ഈ പറഞ്ഞതിലൂടെ നമ്മളെ പോലെ യങ് ഒഫ്താൽമോളജിസ്റ്റിനെ സാർ വളരെ ഇൻസ്പിറേഷൻ ആണ്. അപ്പോ സാറിനോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഞങ്ങളോടുള്ള ഈ യങ് ഒഫ്താൽമോളജിസ്റ്റിനോടുള്ള സാറിന് പറയാനുള്ള ഒരു മെസ്സേജ്? അപ്പൊ ഈ കുറെ കാലമായിട്ട് JSY കോൺഫറൻസ് പങ്കെടുക്കുമ്പോൾ ഞാൻ കാണുന്നതിൽ വ്യത്യാസം എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഒഫ്താൽമോളജി ആൾമോസ്റ്റ് ഒരു ലേഡി സ്പെഷ്യലായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ എല്ലാവർക്കും CME ക്ലാസ്സുകൾ നടത്തുമ്പോൾ വളരെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ കാലത്ത് ആഗ്രഹിക്കാൻ പറ്റാത്ത തെങ്ങുകൾ. അതുകൊണ്ട് തന്നെ ഒഫ്താൽമോളജിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ഒഫ്താൽമോളജിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശുഭസൂചകമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് പുതിയ ജനറേഷനോട് കൂടുതലായിട്ട് ഉപദേശിക്കാനൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യ കാലത്തൊക്കെ നമ്മൾ അനുഭവിച്ച ആ ഒരു ചികിത്സയിലുള്ള ഒരു മനസ്സന്തോഷം ഇപ്പോഴത്തെ കാലത്ത് പൊതുവെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് പ്രധാനമായിട്ട് രോഗിയും ഡോക്ടറും തമ്മിലുള്ള ആത്മബന്ധം അത് നഷ്ടപ്പെട്ടു കൊടുക്കാം. അതുകൊണ്ട് അത് വീണ്ടെടുക്കാനുള്ള ശ്രമം, അതിനല്ലേ ഒരു മൂലമന്ത്രമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രോഗികളുടെ കാരുണ്യം, പെരുമാറ്റത്തിൽ വിനയം, പ്രവൃത്തിയിൽ അർപ്പണമാകുക. ആ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ ആളുകൾ എത്ര മോശമായി പ്രതികരിച്ചാലും നമുക്ക് അനുസരിച്ച് നിൽക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ശ്രീ രവിശങ്കർ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ആ സമയത്ത് എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ശരീരം പോകുന്ന കാര്യത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് അദ്ദേഹം അത് വളരെ അക്കമിട്ട് പറഞ്ഞൊരു കാര്യം അതെനിക്ക് ഒന്നുകൂടെ വ്യക്തമാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് അത് 2 തരത്തിലായിരിക്കാം. നമുക്ക് അത് സ്വീകരിക്കാം, അല്ല നിരാകരിക്കാം. നിരാകരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കോപമാണ്. അതേസമയം അവിടെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സെക്ഷൻ വരാനുണ്ടാവും. ഞാൻ ഓരോ കാര്യം കാണുമ്പോഴും എന്നോട് പ്രതികരിക്കുന്ന രീതി, നമുക്ക് തീരെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യം നോക്കുമ്പോഴും നമ്മളെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയമുണ്ടാവും. അതേസമയം നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും, ഡിറ്റർമിനേഷൻ ഉണ്ടാവും. അങ്ങനെ ഓരോ കാര്യത്തെയും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിനെ ഇതാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാകും. Sir, it has been a privilege listening to your journey. Your life truly reflects simplicity, service, and strong values. I thank KSOI's President Dr. Rajiv Sukumaran, Secretary Dr. Mallika, Treasurer Dr. Anita Jabbar,
and Joint Secretary Dr. Marin Hall for giving me this wonderful opportunity. Thank you.